Next is hydraulic jump. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരിക്കലും ഫ്ലോ എന്താണ് നേരത്തെ ടൈപ്സ് ഓഫ് ഫ്ലോയിൽ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു based on Fruit's number we can classify flow into 3 subcritical, critical and supercritical. If Fruit's number equal to 1 it is critical flow, Fruit's number less than 1 subcritical flow and Fruit's number greater than 1 it is supercritical flow. അത് പഠിപ്പിച്ചപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു a flow can never be supercritical. A flow can never be supercritical. അപ്പോൾ ഒരു ഫ്ലോ ഓപ്പൺ ചാനൽ ഫ്ലോ ഒരു ഫ്ലോ സംഭവിക്കുമ്പോൾ ഇൻ കേസ് അത് സൂപ്പർക്രിട്ടിക്കൽ ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ the flow will try to change to subcritical flow. എപ്പോഴെങ്കിലും ഒരു സൂപ്പർക്രിട്ടിക്കൽ ഫ്ലോ ഉണ്ടായാൽ അത് തനിയെ തന്നെ സബ്ക്രിട്ടിക്കൽ ഫ്ലോ ആയി മാറും. ശ്രമിക്കുന്നല്ല, അത് മാറും. അപ്പോൾ ഒരിക്കലും ഫ്ലോ സൂപ്പർ ക്രിട്ടിക്കൽ ആയിട്ട് റിമെയിൻ ചെയ്യില്ല. ഇഫ് അറ്റ് ഓൾ എ ഫ്ലോ ബിക്കം സൂപ്പർ ക്രിട്ടിക്കൽ ഇറ്റ് ചേഞ്ചസ് ടു സബ് ക്രിട്ടിക്കൽ ഫ്ലോ. അപ്പോൾ ഈ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ സബ് ക്രിട്ടിക്കൽ ഫ്ലോ ആവുന്നതിന് ഒരു മെത്തേഡാണ് ബൈ ദ ഫോർമേഷൻ ഓഫ് ഹൈഡ്രോളിക് ജംപ്. Now let us see what is a hydraulic jump. The hydraulic jump is defined as the sudden and turbulent passage of water from a supercritical state to subcritical state. എന്താണ് hydraulic jump is defined as the sudden and turbulent flow of water. It is the sudden and turbulent flow or passage of water from a supercritical state to subcritical state. Sudden and turbulent passage of water from a supercritical state to subcritical state. ഇതിനകത്ത് സഡനും ടർബുലന്റും ആണ്. അതുകൊണ്ട് തന്നെ ഹൈഡ്രോളിക് ജംപ് is an example for rapidly varying flow. Hydraulic jump is an example for rapidly varying or rapidly varied flow, RVF. അതായത് flow characteristics change for a small length of channel or a short reach of channel. ചാനലിന്റെ ഒരു ചെറിയ റീച്ചിൽ തന്നെ flow characteristics പെട്ടെന്ന് അങ്ങ് മാറും. So hydraulic jump is an example for rapidly varied flow. Here supercritical flow changes to subcritical flow. സൂപ്പർക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറയുമ്പോൾ എനർജി കൂടുതലായിരിക്കും, പക്ഷെ ഡെപ്ത് ഓഫ് ഫ്ലോ കുറവായിരിക്കും. അത് സബ്ക്രിട്ടിക്കൽ ഫ്ലോ ആകുമ്പോഴത്തേക്കും എനർജി കൂടുന്നു, ഡെപ്ത് ഓഫ് ഫ്ലോ കുറയും. സൂപ്പർക്രിട്ടിക്കൽ ഫ്ലോയിൽ വെലോസിറ്റി കൂടുതലായിരിക്കും, പക്ഷെ സബ്ക്രിട്ടിക്കൽ ഫ്ലോയിലായിരിക്കും ഡെപ്ത് കൂടുതൽ. നിങ്ങൾ സൂപ്പർക്രിട്ടിക്കൽ ഫ്ലോയും സബ്ക്രിട്ടിക്കൽ ഫ്ലോയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ സൂപ്പർക്രിട്ടിക്കൽ ഫ്ലോയിൽ എനർജി കൂടുതൽ, വെലോസിറ്റി ഓഫ് ഫ്ലോ കൂടുതൽ. ഈ സബ്ക്രിട്ടിക്കൽ ഫ്ലോ എടുക്കുമ്പോൾ ഡെപ്ത് ഓഫ് ഫ്ലോ കൂടുതൽ ആയിരിക്കും. നമുക്കറിയാം ഫ്രൂട്ട്സ് നമ്പർ റെക്ടാങ്കുലർ ചാനലിൽ ഫ്രൂട്ട്സ് നമ്പർ എന്ന് പറയുന്നത് v/√gy. When v is equal to root of gy, that is fr equal to 1 critical flow. v/√gy greater than 1 or fr greater than 1 ആണെങ്കിൽ super critical flow. v/√gy greater than 1 എന്ന് പറഞ്ഞാൽ v കൂടുതലായിരിക്കണം, y കുറവായിരിക്കണം. മനസ്സിലായോ? fr greater than 1 ആണെങ്കിൽ v കൂടുതലായിരിക്കണം, y കുറവായിരിക്കണം. അതുപോലെ v/√gy less than 1 or fr less than 1 അങ്ങനെയാണെങ്കിലോ subcritical flow. v/√gy less than 1 or fr less than 1 ആണെങ്കിൽ subcritical flow. അപ്പോൾ എങ്ങനെയാ v/√gy less than 1 ആണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഡിനോമിനേറ്റർ വലുതായിരിക്കണം അല്ലെങ്കിൽ ന്യൂമറേറ്റർ ചെറുതായിരിക്കണം. അതായത് v കുറഞ്ഞിരിക്കണം, y കൂടിയിരിക്കണം. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. സൂപ്പർക്രിട്ടിക്കൽ ഫ്ലോയിൽ y കുറവായിരിക്കും, v കൂടുതലായിരിക്കും. സബ്ക്രിട്ടിക്കൽ ഫ്ലോയിൽ v കൂടുതലും y കുറവും.
Hydraulic jump has been classified as rapidly varied flow since the change in depth of flow from rapid to tranquil state is in an abrupt manner over a relatively short distance. Relatively short distance in that there is an abrupt change from rapid to tranquil state of flow. Change in depth of flow from rapid to tranquil state. The flow in a hydraulic jump is accompanied by the formation of extremely turbulent rollers and there is a considerable dissipation of energy. Hydraulic jump ഉണ്ടാകുമ്പോൾ rollers ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ there is high dissipation of considerable dissipation of energy dissipation ഉണ്ട്. അതുകൊണ്ടാണ് സെക്ഷൻ 1 ജമ്പിന് മുമ്പുള്ള എനർജിയെക്കാളും ജമ്പിന് ശേഷമുള്ള എനർജി കുറവ്. And the difference is delta E. A hydraulic jump will form when water moving at a supercritical velocity in a relatively shallow stream strikes water having a large depth and subcritical velocity. എപ്പോഴാണ് ജമ്പ് ഉണ്ടാകുന്നത്? ഹൈ വെലോസിറ്റിയിലെ സൂപ്പർക്രിട്ടിക്കൽ വെലോസിറ്റിയിലെ റിലേറ്റീവ്ലി ഷാലോ സ്ട്രീമിലുള്ള വാട്ടർ ലാർജ് ഡെപ്തിലും സബ്ക്രിട്ടിക്കൽ വെലോസിറ്റിയിലുള്ള വാട്ടറിനെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഹൈഡ്രോളിക് ജമ്പ് ഉണ്ടാകുന്നു. ആൻഡ് മൊമെന്റം ഇക്വേഷൻ ഇസ് യൂസ്ഡ് ഫോർ ദി അനാലിസിസ്. എന്താണ് യൂസ് ചെയ്യുന്നത്? മൊമെന്റം ഇക്വേഷൻ ഇസ് യൂസ്ഡ് ഫോർ അനാലിസിസ്. Now let us see what are the assumptions. It is assumed that before and after jump formation, the flow is uniform and pressure distribution is hydrostatic. Jump form ചെയ്യുന്നതിന് മുമ്പും ജമ്പ് ഫോം ചെയ്തതിന് ശേഷവും ഫ്ലോ യൂണിഫോം ആണെന്ന് അസ്യൂം ചെയ്യുന്നു. പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഹൈഡ്രോസ്റ്റാറ്റിക് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. Then the length of jump is small so that losses due to friction on the channel floor are small and hence neglected. ജമ്പിന്റെ ലെങ്ത് എത്ര ലെങ്ത്തിലാണോ ജമ്പ് ഉണ്ടാകുന്നത് ആ ലെങ്ത് വളരെ സ്മോൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ ഫ്രിക്ഷണൽ ലോസിനെ നമുക്ക് നെഗ്ലെക്ട് ചെയ്യാൻ സാധിക്കും. And the third assumption is the channel floor is horizontal or the slope is so gentle that weight component of water mass comprising the jump is negligibly small. ചാനലിന്റെ സ്ലോപ്പ് വളരെ നെഗ്ലിജിബിൾ അല്ലെങ്കിൽ സോ ജെന്റിൽ അല്ലെങ്കിൽ ചാനൽ ഫ്ലോർ ഹൊറിസോണ്ടൽ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അങ്ങനെ അസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് വെയിറ്റ് കമ്പോണന്റ് ഓഫ് വാട്ടർ മാസ് കംപ്രൈസിംഗ് ദ ജമ്പ്, ആ ജമ്പിൽ വരുന്ന ജമ്പ് ഉണ്ടാകുന്ന വാട്ടർ മാസിന്റെ വെയിറ്റ് കമ്പോണന്റ് നമുക്ക് വളരെ ചെറുതായിട്ട് നെഗ്ലിജിബിളി സ്മോൾ എന്ന് എടുക്കാം. അതായത് അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സോ ഹിയർ ദി only external forces acting on the mass of water between the sections 1 and 2 are hydrostatic pressures. അപ്പോൾ രണ്ട് സെക്ഷനിൽ വരുന്ന എന്ന് പറയുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷേഴ്സ് ആയിരിക്കും. P1 and P2. കാരണം ഫ്രിക്ഷണൽ ലോസ് വെയിറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നെഗ്ലെക്ട് ചെയ്യുന്നു. അത് നമുക്കറിയാം. ടോട്ടൽ അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്ത് ചെയ്യുന്നു? മൊമെന്റം പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നു. മൊമെന്റം ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി മൊമെന്റം ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. മൊമെന്റം ഇക്വേഷൻ പറയുന്നത് P2 മൈനസ് P1 is equal to rho Q into V1 മൈനസ് V2. നിങ്ങൾക്ക് മൊമെന്റം ഇക്വേഷൻ ആയിട്ട് ആദ്യം പഠിക്കാനില്ലായിരുന്നു. P2 മൈനസ് P1 is equal to rho Q into V1 മൈനസ് V2. അപ്പോൾ എങ്ങനെയാണ്? P2 എന്ന് പറയുമ്പോൾ W A2 Z2 bar മൈനസ് W A1 Z1 bar is equal to rho എന്ന് പറയുമ്പോൾ W by G into Q into Q by A1 minus Q by A2. അപ്പോൾ ഇതെങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം? Q square by A1 GA1 plus A1 Z1 bar. അതായത് ഈ W എല്ലായിടത്തും ക്യാൻസൽ ചെയ്യാം. Q square by GA1 plus A1 Z1 bar is equal to Q square by GA2 plus A2 Z2 bar. അപ്പോൾ ഇതെന്തിന്റെ ഇക്വേഷൻ ആണ്? Specific force. അതായത് specific force at section 1 is equal to specific force at section 2. So depth. അപ്പോൾ ഈ ഡെപ്ത് എങ്ങനെയായിരിക്കും? Depths corresponding to specific force are known as
y1, y2 നെ എങ്ങനെ വിളിക്കാമെന്ന് വെച്ച് കോൺജുഗേറ്റ് ഡെപ്ത്. എങ്ങനെ വിളിക്കാം? കോൺജുഗേറ്റ് ഡെപ്ത്. സ്പെസിഫിക് എനർജി സെയിം ആണെങ്കിൽ ഓൾട്ടർനേറ്റ് ഡെപ്ത് ആയിരുന്നു. ഇവിടെ സ്പെസിഫിക് ഫോഴ്സ് സെയിം ആയപ്പോൾ കോൺജുഗേറ്റ് ഡെപ്ത്. Now let us prove or find the equation for hydraulic jump in rectangular channel. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഫോമിലേക്ക് അറിഞ്ഞിരിക്കണം. Hydraulic jump in rectangular channel. So consider a rectangular channel of bed width B where hydraulic jump occurs at a discharge Q and let the conjugate depths be y1 and y2. അപ്പോൾ എങ്ങനെ വരും? Q discharge y1 y2 കോൺജുഗേറ്റ് ഡെപ്ത്സ്, അതായത് ജമ്പ് തുടങ്ങുമ്പോൾ y1, ജമ്പ് കഴിയുമ്പോൾ ഡെപ്ത് y2, ചാനൽ വിഡ്ത്ത് b. അപ്പോൾ എന്താ? A1 will be by1 and A2 will be by2. അതുപോലെ Z1 bar is y1 by 2 and Z2 bar is y2 by 2. നമുക്ക് എന്താ പറയാം? രണ്ട് സെക്ഷൻ എടുക്കുമ്പോൾ F1 is equal to F2, സ്പെസിഫിക് ഫോഴ്സ് ഈക്വൽ. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാണ്? സ്പെസിഫിക് ഫോഴ്സ് Q square by GA1 plus A1 Z1 bar is equal to Q square by GA2 plus A2 Z2 bar. Q square by G into A1 എന്താ? by1 plus by1 into y1 by 2 is equal to Q square by G by2 plus by2 into y2 by 2. ഇനി ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് ബി കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യാം. ഇക്വേഷനെ ത്രൂ ഔട്ട് ബി കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യാം. ശ്രദ്ധിച്ചോണം. Q സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്ന് വരും. അതെന്താണ്? സ്മോൾ q is ക്യാപിറ്റൽ Q ബൈ ബി. ഇവിടെ നമ്മൾ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ Q സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്ന് വരും. അപ്പോൾ small q square by g y1 plus ഇവിടുത്തെ y1 അങ്ങ് പോകും. y1 square by 2 is equal to q square by g y2 plus y2 square by 2. ഈ ഇക്വേഷൻ എങ്ങനെ മാറും? q square by g into 1 by y1 minus 1 by y2 is equal to half into y2 square minus y1 square. Or ഇത് simplify ചെയ്യുമ്പോൾ you will get 2 times q square by g is equal to y1 plus y2 into y1 by 2. അതായത് എങ്ങനെയാ സിംപ്ലിഫൈ ചെയ്യുന്നത്? ഈ y2 സ്ക്വയർ മൈനസ് y1 സ്ക്വയർ, അതായത് a സ്ക്വയർ y2 സ്ക്വയർ മൈനസ് y1 സ്ക്വയർ is equal to y1 plus y2 into y2 minus y1, y2 plus y1 into y2 minus y1. ഇവിടെ നമ്മൾ
y1 y2 കോമൺ ഡിനോമിനേറ്റർ ആക്കി y2 മൈനസ് y1. അപ്പോൾ y2 മൈനസ് y1 y2 മൈനസ് y1 ക്യാൻസൽ ആയിട്ട് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. 2q² g is equal to y1 plus y2 into y1 by 2. ഇതാണ് മൊമെന്റം ഇക്വേഷൻ ഫോർ ഹൈഡ്രോളിക് ജമ്പ് ഇൻ റെക്ടാങ്കുലർ ചാനൽ. Momentum equation for hydraulic jump in rectangular channel. 2q² g is equal to y2 plus y1 into y1 y2. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് y2 is equal to minus y1 by 2 plus root of y1 square by 2 y1 by 2 the whole square plus 2q² by g y1 എന്ന് കിട്ടും. അല്ലെങ്കിൽ തിരിച്ചെഴുതാം y1 is equal to minus y2 by 2 plus root of y2 by 2 the whole square plus 2q² by g by 2. നിങ്ങൾക്ക് ഹൈഡ്രോളിക് ജമ്പിന്റെ ഇക്വേഷൻ പഠിക്കുമ്പോൾ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. y2ന്റെ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ y2ന് പകരം y1 ഇടുമ്പോൾ y1ന്റെ ഇക്വേഷനാണ്. അതായത് y2 is equal to minus y1 by 2 plus root of y1 square by root of y1 by 2 the whole square plus 2q² by g y1. y2 ആകുമ്പോൾ റൈറ്റ് സൈഡിലെല്ലാം y1 വരും, y1 ആണെങ്കിൽ റൈറ്റ് സൈഡിലെല്ലാം y2 വരും. ഇക്വേഷൻ രണ്ടും സെയിം, y1 y2 സൈഡ് മാറും എന്നുള്ളതേ ഉള്ളൂ. ഓർ ഇതിനെ ഒന്നും കൂടെ മാറ്റി എഴുതാം. y2 by y1 is equal to 1 by 2 into minus 1 plus root of 1 plus 8q² by g y1 cube. അല്ലെങ്കിൽ y1 by y2 is equal to half into minus 1 plus root of 1 plus 8q² by g y2 cube. ഈ ഫോം അറിഞ്ഞിരിക്കണം. y2 by y1 ആണെങ്കിൽ half into minus 1 plus root of 1 plus 8q² by g y1 cube or y1 by y2 is equal to half into minus 1 plus root of 1 plus 8q² by g y2 cube. ഇനി റെക്ടാങ്കുലർ ചാനൽ സെക്ഷൻ ആണെങ്കിൽ yc cube is equal to q² by g. ഇവിടെ കണ്ടോ q² by g എന്നുള്ള ടേം അതിനകത്തുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? y2 by y1 is equal to half into minus 1 plus root of 1 plus 8 into yc by y1 the whole cube. അല്ലെങ്കിൽ y1 by y2 is equal to half into minus 1 plus root of 1 plus 8 into yc by y2 the whole cube. ഇങ്ങനെ ഒരു ഫോം ഉണ്ട്. ഇനി സ്മോൾ q എന്ന് പറയുന്നത് q by b. അപ്പോൾ വെലോസിറ്റി എന്താ? q by a. അപ്പോൾ റെക്ടാങ്കുലർ ചാനൽ എങ്ങനെ വരും? q by b by, that is small q by y. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് നമ്പർ എങ്ങനെ എഴുതാം? ഫ്രൂട്ട്സ് നമ്പർ is b by root gy, that is q by y root gy or q by root of g by cube. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? ഈ ഇക്വേഷൻ
q by root of g y ക്യൂബിന്റെ സ്ക്വയർ ആണ് 8 കഴിഞ്ഞ് കിടക്കുന്ന ടേം അല്ലേ? അതായത് fr1 square will be equal to q square by gy1 cube. fr2 square will be equal to q square by gy2 cube എന്ന് വരും. അപ്പോൾ ഈ ഇക്വേഷന് വേറെ ഒരു ഫോം ഉണ്ട്. y2 by y1 is equal to half into minus 1 plus root of 1 plus 8 fr1 square. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. or y1 by y2 is equal to half into minus 1 plus root of 1 plus 8 fr2 square. ഈ ഫോമാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഈ ഫോമാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇനി energy loss delta E will be E1 minus E2. അതായത് difference in specific energies at sections 1 and 2. That is y1 plus v1 square by minus y2 plus v2 square by 2g. Or y1 plus q square by q1 square by q1 and q square by 2g b square y1 square minus y2 plus q square by 2g b square y2 square എന്ന് വരും. അതായത് v is equal to q by a which is equal to q by dy. അതാണ് ഇവിടെ ചെയ്തത്. പിന്നെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? q square by 2g അതായത് q by b, q square by b square എന്ന് പറയുമ്പോൾ small q square ആയി. So q square by 2g into 1 by y1 square minus 1 by y2 square is equal to minus is equal to അല്ല minus y2 minus y1. നമ്മുടെ മൊമെന്റം ഇക്വേഷൻ പറഞ്ഞു 2q square by g is equal to y1 plus y2 into y1 y2. അപ്പോൾ അതിൽ നിന്ന് q square by 2q square by g ആണ് y1 y2 into y1 plus y2. അപ്പോൾ അതിനെ q square by 2g ആക്കണമെങ്കിൽ എങ്ങനെ വരും? y1 plus y2 into y1 y2. 2q square by g ആയിരുന്നു y1 plus y2 into y1 y2. അപ്പോൾ q square by g എത്രയാ? y1 plus y2 into y1 y2 by 2. അപ്പോൾ q square by 2g ആണെങ്കിലോ y1 plus y2 into y1 y2 by 4 എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്ക് മാറ്റി എഴുതാം y1 y2 into y1 plus y2 by 4 minus y2 minus y1. സോറി ഒരു ടേം കൂടെ ഉണ്ട്. q square by 2g ഇങ്ങനെ എഴുതി into y2 square minus y1 square by y1 square y2 square minus y2 minus y1 ഇങ്ങനെ വരും. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തേ.
y1 y2 ഇവിടുത്തെ ഒരു y1 y2 ക്യാൻസൽ ആവും. ഇത് എത്ര വരും? y1 plus y2 into y2 minus y1 into y2 plus y1 divided by 4 y1 y2 minus y2 minus y1 എന്ന് വരും. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഡെൽറ്റ ഇ ഇസ് ഈക്വൽ ടു y2 minus y1 the whole cube divided by 4y1 y2 എന്നിരിക്കണം. Energy loss in hydraulic jump delta E is equal to y2 minus y1 the whole cube by 4y1 y2. ഇനി height of jump ചോദിച്ചാൽ height of jump hj will be equal to y2 minus y1. അതായത് ജമ്പ് കഴിഞ്ഞിട്ടുള്ള ഡെപ്ത് മൈനസ് ജമ്പിന് മുമ്പുള്ള ഡെപ്ത്. അതുപോലെ length of jump LJ will be 5 to 7 times HJ. Height of jump ചോദിച്ചാൽ y2 minus y1. Length of jump will be 5 to 7 times HJ. നിങ്ങൾ ഹൈഡ്രോളിക് ജമ്പിൽ അറിഞ്ഞിരിക്കേണ്ടത് ഒന്ന് y1 y2 തമ്മിലുള്ള റിലേഷൻ. അതായത് ക്വസ്റ്റ്യനിൽ വരാം ഒരു കോൺജുഗേറ്റ് ഡെപ്ത് ഉണ്ടെങ്കിൽ മറ്റേ കോൺജുഗേറ്റ് ഡെപ്ത് ചോദിക്കും. പിന്നെ എനർജി ലോസ് ഇൻ ഹൈഡ്രോളിക് ജമ്പ് ഡെൽറ്റ ഇ ഇസ് y2 minus y1 the whole cube by 4y1 y2. ഹൈറ്റ് ഓഫ് ജമ്പ് y2 minus y1. ലെങ്ത് ഓഫ് ജമ്പ് യൂഷ്വലി എടുക്കുന്നത് 5 to 7 ടൈംസ് ദ ഹൈറ്റ് ഓഫ് ജമ്പ് ആയിട്ടാണ് ലെങ്ത് ഓഫ് ജമ്പ് എടുക്കുന്നത്. താങ്ക് യു.